അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരഞ്ഞ സന്ദർഭങ്ങളിൽ മൂന്നാമത്തെ ഒരു സന്ദർഭമാണ് ത്വായിഫിന്റെ രംഗം. നാലാമത്തെ രംഗം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞത് അവിടുത്തെ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായപ്പോ, ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായ ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്. അന്ന് പ്രകൃതിയിൽ ഒരു അത്ഭുത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവം? സൂര്യനും ചന്ദ്രനും രണ്ടും ഗ്രഹണമുണ്ടായി. രണ്ട് ഗ്രഹണവും സംഭവിക്കൽ 1200 കൊല്ലം കൂടുമ്പോഴാണ്. 1200 വർഷങ്ങൾക്കിടയിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകും. പലപ്പോഴും ഗ്രഹണം ഉണ്ടാവാറ്. ഈ അടുത്ത് സൂര്യന്റെ നടുവിലൂടെ അതല്ലെങ്കിൽ താഴെയൂടെ ശുക്രൻ പോയത് പത്രത്തിലൊക്കെ വായിച്ചിരുന്നു അല്ലേ? അങ്ങനെ ശുക്രൻ പോയി. അങ്ങനെ ഇടക്ക് പല സംഗതികളും പൂണുണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഇതിന്റെ ചോട്ടിലൂടെ ഒക്കെ പോകുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ കാണും എന്ന് കരുതിയിട്ട് വീടിന്റെ പടിന്റെ കട്ടിലിന്റെ അടിയിൽ തപ്പണ്ട ശുക്രൻ ഉണ്ടോ എന്നുള്ളത്, അത് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പോ ഇങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാകും. സൂര്യനും ചന്ദ്രനും ഗ്രഹണമുണ്ടായി, ഈ കുട്ടി മരിച്ചു. അന്ന് വിദ്യാഭ്യാസപരമായി കൂടുതൽ മുന്നോക്കം നിൽക്കാത്ത അറബികളിലെ ഭൂരിഭാഗം ജനങ്ങൾ, മുശ്രിക്കുകളായ ആളുകളടക്കം അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ടോ, മുഹമ്മദിന്റെ മകൻ മരണപ്പെട്ടപ്പോൾ പ്രകൃതി പോലും പണിമുടക്കിയിരിക്കുകയാണ്. ഒരാള് മരണപ്പെട്ടാലും ദുഃഖസൂചകമായി കറുത്ത പതാക കെട്ടാനോ കറുത്ത കൊടി കെട്ടാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ചെയ്യാനും പാടില്ല. അത് സവാഉൻ കാന ലെഫ്റ്റൻ ഔ റൈറ്റൻ, ഇടതൻ ഔ വലതൻ, ചോപ്പൻ ഔ പച്ച, ആരാണെങ്കിലും. അങ്ങനെ ഒരു വകുപ്പ് കറുപ്പ് കൊടിയെടുത്ത് പ്രതിഷേധം സൃഷ്ടിക്കുക, അതല്ലെങ്കിൽ ദുഃഖം ആചരിക്കുക എന്ന ഒരവസ്ഥയില്ല. തഅസിയത്തുണ്ട് സുന്നത്തായത്. തഅസിയത്ത് മയ്യത്തിന്റെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കലാണ്, അതല്ല വിഷയം. മുശ്രിക്കുകൾ അവരെല്ലാവരും പറഞ്ഞു, കണ്ടോ കണ്ടോ മുഹമ്മദിന്റെ കുട്ടി മരണപ്പെട്ടപ്പോ പ്രകൃതി പോലും പണിമുടക്കി. അതൊരവസരമായിരുന്നു, വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താമായിരുന്നു. നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ലേ? എന്റെ കുട്ടി ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ഈ കുട്ടി മരണപ്പെട്ടപ്പോൾ പ്രകൃതിയിൽ പോലും ആ പ്രതിഭാസം കണ്ടില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാനായില്ലേ എന്ന് നബി തങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ് ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനും ചന്ദ്രനും ഒരിക്കലും തന്നെ അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ മരണം സംഭവിച്ചതിന്റെ പേരിലോ ഒരാളുടെ ജനനം സംഭവിച്ചതിന്റെ പേരിലോ ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ നടക്കുന്ന പ്രതിഭാസമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തുന്ന പല പ്രതിഭാസങ്ങളിലൊന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്താണ്? ഇസ്ലാം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നില്ല. ഇസ്ലാം ഒരിക്കലും തന്നെ അനാചാരം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അന്ധവിശ്വാസത്തിനെതിരെ സന്ധിയില്ല പോരാട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ച തത്വം ഇതാണ്. ഏതായിരുന്നാലും ആ കുട്ടി മരണപ്പെട്ടപ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. നബി തങ്ങളോട് ചോദിക്കുന്നു, എന്താണ് നബിയേ
ഉടനെ അവിടുന്ന് പറയുന്നത് ഖൽബങ്ങനെയാ, റഹ്മത്തുള്ള റഹ്ഫത്തുള്ളവരുടെ ഖൽബങ്ങനെയാ, അതുകൊണ്ട് ശിക്ഷിക്കപ്പെടില്ല. എന്നാൽ പൊറുതികേട് കാണിച്ച് നെഞ്ചത്തടിക്കുന്ന ഉമ്മമാരുണ്ട്. ആരെങ്കിലും മരണപ്പെട്ടാൽ അതിന്റെ പേരിൽ കലഹിക്കുന്നവരുണ്ട്, അതിന്റെ പേരിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നവരുണ്ട്. ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞ വൈവിധ്യ സന്ദർഭങ്ങളിൽ 4-ാം സന്ദർഭമാണ്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കരഞ്ഞ മറ്റൊരു സന്ദർഭമേതാ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രണാങ്കളത്തിൽ, മൂത്തത് രണാങ്കളത്തിൽ ഷഹീദായി. 99ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ബഹുമാനപ്പെട്ടവർ 99 മുറിവ് ആകുന്നത് വരെ, അതല്ലെങ്കിൽ വിഷമീ രൂപത്തിൽ ശരീരം വികൃതമാക്കുന്നത് വരെ, ഒരു കൈ മുറിഞ്ഞപ്പോൾ മറുകൈയിൽ പിടിച്ചപ്പോൾ നബി തങ്ങളുടെ കരങ്ങളാൽ നൽകപ്പെട്ട അതേ പതാക വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് രണാങ്കളത്തിൽ ഇറങ്ങിയത് എന്തിനാണ്? അവിടുന്ന് സ്വർഗം കണ്ടിട്ടാണ് ഉമ്മമാരെ. 99 മുറിവുകൾ ഉണ്ടായിരുന്നു. ശത്രുപക്ഷത്തുള്ള ഒരാള് ചെവിക്കങ്ങ് വെട്ടിച്ചെവിയങ്ങ് താഴെ വീണപ്പോൾ അവിടുന്ന് പറഞ്ഞത് യാ ഹബ്ബദൽ ജന്നത്തു വഖ്തിറാബുഹാ ത്വയ്യിബത്തുൻ വബാരിദുൻ ശറാബുഹാ والروم روم قد دنا عذابها علي إلا قيتها ضربها യാ ഹബ്ബദൽ ജന്ന, സ്വർഗമേ സ്വർഗമേ. ശരീരത്തിൽ വെട്ടേൽക്കുന്ന സമയത്ത് അവിടുന്ന് കണ്ടത് സ്വർഗമാണ്. ഇവിടുള്ള ജീവിതത്തെക്കാൾ വലിയ ജീവിതമാണ്. അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, മഹാനരായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ സ്വർഗം കണ്ടുകൊണ്ടാണ് അവിടുന്ന് ഷഹീദായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അവിടുന്ന് വളരെ വിഷമത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞു, വിളിച്ചു യാ ജഅഫർ തയ്യാർ, ഓ സ്വർഗത്തിൽ പാളിപ്പറിക്കുന്ന ജഅഫറേ, മർഹബൻ ബിക യാ ജഅഫർ തയ്യാർ. അവിടുന്ന് വളരെ വിഷമത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞു, വിളിച്ചു യാ ജഅഫർ തയ്യാർ, ഓ സ്വർഗത്തിൽ പാളിപ്പറിക്കുന്ന ജഅഫറേ, മർഹബൻ ബിക യാ ജഅഫർ തയ്യാർ, ഓ മംഗളം മംഗളം സ്വാഗതം എന്ന് വിളിക്കുന്നു. ഇന്ന് ചില അന്ധവിശ്വാസമുണ്ട്, വഫാത്തായവരെ വിളിക്കാൻ പാടില്ല എന്നൊരു അന്ധവിശ്വാസം. അത് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വിശ്വാസമാണ്. ലോക മുസ്ലിങ്ങൾ മുഴുവനും നിസ്കാരത്തിൽ അയ്യുഹൻ നബിയ്യു, വഫാത്തായ നബിയെ വിളിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിളിച്ചവരാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുന്ന് ഈ വിഷയം അംഗീകരിച്ചവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് തവസ്സുൽ ചെയ്തവരാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഇസ്തിഗാസയെ അംഗീകരിച്ചവരാണ്. ഏതായിരുന്നാലും ജഅഫർ തങ്ങളെ വിളിച്ചുകൊണ്ട് കരഞ്ഞ് നമുക്ക് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാരെ സമാധാനിപ്പിക്കാമെന്ന നിലക്ക് സഹാബത്തിനെ കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ
പ്രിയപ്പെട്ടവരെ, വീട്ടിലെ അവസ്ഥ എന്താണ്? മകൻ വരുന്നതും കാത്ത് മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജാഫർ തങ്ങളുടെ ഉമ്മ ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ പരിചരിക്കണം, ഭക്ഷണം കൊടുക്കണം എന്ന നിലക്ക് സേവനത്തിനൊരുങ്ങുന്ന സഹധർമ്മിണിയായ പ്രിയപ്പെട്ട ഭാര്യ, ബാപ്പ കൊണ്ടുവരുന്ന ഉപ്പ കൊണ്ടുവരുന്ന പലഹാരപ്പരി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അബ്ദുള്ള എന്ന 4 വയസ്സുകാരനും ഉബൈദുള്ള എന്ന 2 വയസ്സുകാരനുമായ 2 ആൺകുട്ടികളാണ്. ഇവർ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന സമയം ഉമ്മറപ്പണിയിൽ തന്നെയുണ്ട്. അവിടുന്ന് കണ്ണീരൊഴുക്കി കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നു, ഓ നബിയേ ഐന അബീ, ഞങ്ങളുടെ ബാപ്പ എവിടെയാണ്, ഞങ്ങളുടെ ഉപ്പ എവിടെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ 2 കൊച്ചുമക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ഉപ്പ പാറി കളിക്കാൻ പോയി മക്കളെ. എവിടേക്കാണ് പോയത് നബിയേ? സ്വർഗത്തിലേക്ക് പോയി മക്കളെ. ഇതങ്ങ് പറഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് ആദ്യം ഒരു തേങ്ങിക്കരച്ചിൽ, പിന്നീടൊരു ശബ്ദം കേൾക്കുന്നു, നബിയേ ശിഷ്ടകാലത്ത് ജീവിക്കുന്ന ബാക്കിയുള്ളവരോടും ഇത് പറഞ്ഞു കൊടുക്കണം. എനിക്ക് സന്തോഷമായി നബിയേ, എന്റെ പുന്നാര ഭർത്താവിനോടൊത്ത് ഭൗതിക ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് കൂടുതൽ കാലം ആ മാരീഡ് ലൈഫ് എൻജോയ്മെന്റോടെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് സ്വർഗത്തിൽ പ്രതീക്ഷയുണ്ട് നബിയേ. അതിനു വേണ്ടി അങ്ങ് ദുആയിരക്കണം നബിയേ. എന്റെ ഉമ്മമാരെ, ക്ഷമയുള്ള ജാഫർ തങ്ങളുടെ ഭാര്യ പറയുന്നു, ആ നിലക്കുള്ള ഉമ്മമാരാണ് കഴിഞ്ഞു പോയവർ. കാരണം അവര് റബ്ബിനെ ഭയപ്പെട്ടവരാ, യജമാനനായ റബ്ബിനെ ചിന്തിച്ചവരാ. ഫാത്തിമ ബീവി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പുള്ള അവസ്ഥ മഹാന്മാര് പറഞ്ഞില്ലേ, ബല്ലത്ത് വിസാദതുഹാ ലയാലീലിദം ഇഹാ മിൻ തൂലി ഖശിയതിഹാ വമിൻ തഖ്വാഹാ. കരഞ്ഞ് കരഞ്ഞവിടുത്തെ തലയണ നനഞ്ഞ് കുതിരുമായിരുന്നു. അങ്ങനെ ദിക്റ് ചൊല്ലി ദുആ ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ ഖൽബ് വെച്ചിട്ടാണ് മഹദിയായ ഫാത്തിമ ബീവിയെ പോലെയുള്ളവർ ഉറങ്ങാറുള്ളതെങ്കിൽ ഉദിഫഗീലിൽ മതി വരാതെ നോമ്പാതോ വീടോത്തെ പെരിയവന്റെ ഖൗഫിനാലെ തോന്ന ഇബാദത്തെ മരണമാകും എണ്ട് വീണ്ട് ഓതിയൻ ആമാലേ മാനിദാ സൂറത്ത് തീരോ മുമ്പ് മൗതായാരേ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹായ പോലെയുള്ളവർ ആ രൂപത്തിൽ ജീവിച്ചവരാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ, അവര് വരച്ച് കാണിച്ച ആദർശത്തിലൂടെ ജീവിച്ചോ, അവര് ജീവിച്ച സംസ്കാരത്തിലൂടെ കഴിഞ്ഞോ? ഇവിടെയുള്ള ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ ആയുഷ്കാലത്തിന് എന്ത് കുറിച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം മറ്റൊരു യാത്രയുടെ പ്രാരംഭമാണെന്ന തിരിച്ചറിവ് വേണം. അതെ, ഇത് പ്രവർത്തനത്തിന്റെ ലോകമാ, നമുക്കൊരു പ്രതിഫലത്തിന്റെ ലോകം വരാനുണ്ട്. ഇത് കർമ്മത്തിന്റെ ലോകമാ, നമുക്കൊരു ധർമ്മത്തിന്റെ ലോകം വരാനുണ്ട്. ആ ചിന്തയാണ് സഹാബി വനിതകൾക്കുണ്ടായിരുന്നത്.
ആ ചിന്തയാണ് പൂർവികരായ ആളുകൾക്കുണ്ടായിരുന്നത്. ജഅഫർ തങ്ങളുടെ ഭാര്യ അങ്ങ് കരഞ്ഞു. പിന്നീട് സമാധാനത്തോടെ പ്രതികരിച്ചു. നബി തങ്ങൾ ഈ 2 കൊച്ചുമക്കളുടെ തലയിൽ തലോടിക്കൊണ്ട്, 2ഉം 4ഉം വയസ്സുകാരായ മക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഉമ്മയോട്, മഹമ്മദ് സഹധർമ്മിണിയോട്, ഈ കുട്ടികളുടെ ഉമ്മയോട് ചോദിക്കുന്നു, ഈ മക്കളെ എനിക്ക് തരുമോ? യതീമക്കളുടെ തലയിൽ തലോടൽ പുണ്യമാണ്. ഞാനും നിസ്കരിച്ചവരും ഇങ്ങനെയാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനും നോമ്പെടുത്തവരും 2 വിരലുകളെ അടുപ്പിച്ചടുത്തവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും നോമ്പെടുത്തവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ഹജ്ജ് ചെയ്തവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ജിഹാദ് നടത്തിയവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അനവ കാഫിലുൽ യതീമി ഹകദാ ഫിൽ ജന്ന. ഞാനും യതീമക്കളെ പോറ്റുന്നവരും ഇങ്ങനെയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യതീമക്കളെ പരിപാലിക്കണോ, യതീമക്കളെ സ്നേഹിക്കണോ, യതീമക്കൾക്ക് ഖിദ്മത്ത് എടുക്കുന്നവരെ എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കരുത്. അവരവർക്ക് തന്നെ എടുക്കാനും വിരിക്കാനും പുതക്കാനും ഉണ്ടാകുമ്പോ അന്യരുടെ അപരാധം അന്വേഷിക്കാതെ സ്വയം കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനാണ് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സമജ്ദാർ കേലിയെ ഇശാറ കാഫിയെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അവിടുന്ന് 2 കൈയിലും ഓരോ മക്കളെ പിടിച്ച് തലോടിക്കൊണ്ട്, ഞാൻ കൊണ്ടുപോവട്ടെ, ഉടനെ സമ്മതിക്കുന്നു കൊണ്ടുപോവാൻ. അങ്ങനെ മദീന പള്ളിയിൽ വെച്ച് ജഅഫർ തങ്ങളുടെ മുറിവിന്റെ ചരിത്രവും, അവിടുന്ന് സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന വിഷയവും, അവിടുന്ന് ജനാസ മയ്യത്ത് കുളിപ്പിച്ച് മലക്കുകൾ കുളിപ്പിച്ച വിഷയങ്ങളും, അവിടുത്തെ സഹധർമ്മിയുടെ സഹനത്തിന്റെ പാഠങ്ങളും എല്ലാം അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ ഉപദേശമാ, അതുകൊണ്ട് നിങ്ങളും തയ്യാറാവണേ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം ഉണ്ടായപ്പോൾ ഈ ചെറിയ കൊച്ചുങ്ങളിലെ 4 വയസ്സുകാരനായ അബ്ദുള്ള തങ്ങൾ ചോദിക്കുന്നു, നബിയേ, അടുത്ത ധർമ്മസമരമെന്ന എന്തേ മോനെ എങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമല്ല നബിയേ, എനിക്കെന്റെ ഉപ്പയോടൊത്ത് പാറിക്കളിക്കാൻ താല്പര്യമുണ്ട് നബിയേ. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉൽക്കട അഭിലാഷം അങ്ങയുടെ മുമ്പിൽ അയവിറക്കിയതാണ് നബിയേ എന്ന് മഹാനരായ സയ്യിദുൽ വറ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ കൊച്ചു